ബിസിനസ് സംരംഭങ്ങൾ പരാജയപ്പെടുന്നതിൻ്റെ മറ്റൊരു കാരണമാണ് എസ്ബോസ് ട്രാപ്പ്. നമുക്ക് ഏറ്റവും വ്യക്തമായ ഉദാഹരണമായിരുന്നു ഈയിടെ സംഭവിച്ച അഹമ്മദാബാദിലെ വിമാന ദുരന്തം. മാക്സ് 787 എന്ന് പറയുന്ന ആ ഒരു ദുരന്തത്തിലേക്ക് ഇതിനു മുമ്പ് ബോയിങ് വീണിട്ടുണ്ട്. എന്താണ് എസ്ബോസ് ട്രാപ്പ്? എസ്ബോസ് ട്രാപ്പ് അതായത് ഹയറാർക്കിയിൽ ഏറ്റവും ടോപ്പിലിരിക്കുന്ന മാനേജ്മെൻറ്റിൻ്റെ അറിവില്ലായ്മയ്ക്ക് പരിഹാരം എന്നുള്ള നിലയ്ക്ക് താഴെയുള്ള മാനേജേഴ്സ്, എൻജിനീയേഴ്സ് ഇത്തരം പ്രശ്നങ്ങൾ കമ്പനിയിൽ നിലനിൽക്കുന്നുണ്ട് എന്നറിയുമ്പോഴും മുകളിലുള്ളവരെ ഇത് അറിയിക്കുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടാതെ വരുമോ എന്ന ഒരു ആങ്സൈറ്റി കാരണം ഇത് ഹൈഡ് ചെയ്ത് വെക്കുകയും ഈ പരാജയങ്ങൾ, ന്യൂനതകൾ ഹൈഡ് ചെയ്ത് വെക്കുകയും അതൊരു വലിയ പ്രതിസന്ധിയിൽ അകപ്പെടുകയും ചെയ്യുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് എയർ ഇന്ത്യ ബോയിങ് 787 മുമ്പ് സംഭവിച്ച പോലെ വിമാനാപകടങ്ങളിലേക്ക് നയിക്കുന്നത്. അതായത് ഒരുപക്ഷെ എംപ്ലോയറേക്കാൾ കൂടുതൽ പരിജ്ഞാനമുള്ള, അനുഭവമുള്ള താഴെയുള്ള ആളുകളുടെ വാക്കുകൾ കേൾക്കാൻ അവിടെ അവസരം കൊടുക്കുന്നില്ല. എപ്പോഴും ബോസ് ശരിയാണ് എന്ന സംവിധാനം ഒരു പ്രൊഫഷണൽ ഓൺട്രപ്രണർഷിപ്പിൽ ഒരു പ്രൊഫഷണൽ ഓൺട്രപ്രണർ എന്ന നേതാവ് ഒരിക്കലും ആ ഒരു സമീപനം ബിസിനസ്സിൽ എടുക്കാൻ പാടില്ല. ആ സമീപനം എടുക്കുമ്പോൾ ബിസിനസ് അറിയാതെ എത്ര ഉയരത്തിലെത്തുമ്പോഴും അത് പരാജയപ്പെടാൻ ഇടയാകുന്നു എന്ന് മനസ്സിലാക്കുക.